ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ ആട്ടോ. കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കിൽ പെടുന്നൊരു സ്ഥലമാണ് നമ്മൾ ഈ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന സ്ഥലം കേട്ടോ. പണികളെല്ലാം നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേർഡർ ലോഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓണമാണ്, നല്ല തിരക്കാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള യാത്രയിലിടാം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും രാമനാട്ടുകരയിൽ നിന്നും നേരെ ഫറൂഖ് മീൻചന്ത വഴിയാണ് നമ്മളെ പന്തിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസയിൽ പൈസ കൊടുക്കാൻ മടിച്ചതുകൊണ്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് അതൊന്ന് ഒഴിവാക്കുക. കാരണം അത്യാവശ്യം നല്ല തിരക്കന്നെ കേട്ടോ. ഈ ഫറൂഖ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് നേരെ മീൻചന്ത വരെ ഒരു രക്ഷയുമില്ലാത്ത തിരക്കാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് പരമാവധി ദേശീയപാത 66 കൂടെ ടോൾ കൊടുത്ത് യാത്ര ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫറൂഖ് പാലം. ഈ ഫറൂഖ് പാലത്തിനോട് ചേർന്നിട്ട് ഒരു സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചെറിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സിപ്പ് ലൈൻ ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന് അറിയില്ല. ഇതിനു മുമ്പൊക്കെ പ്രവർത്തിച്ചിരുന്നു. എന്തായാലും ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ PWD ഗസ്റ്റ് ഹൗസൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വെച്ചാൽ ഫറൂഖ് പാലം കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെച്ചാൽ ഫറൂഖ് കഴിഞ്ഞ് പിന്നെ അടുത്ത ജംഗ്ഷനാണ് ചെറുവണ്ണൂർ. അപ്പോൾ ഈ ചെറുവണ്ണൂരത്തെ ഗതാഗതക്കുരുക്കൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം പണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് വന്നിട്ട് പിന്നെ കോയാസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ജംഗ്ഷൻ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേപ്പൂർ ഹാർബർക്ക് പോകുന്ന ജംഗ്ഷൻ ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. പിന്നെ ഇടുങ്ങിയ റോഡും കൂടിയായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടാണ് ഇപ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണം വെക്കേഷനാണ്, കൂടുതൽ ആളുകളും കോഴിക്കോട് ഭാഗത്ത് യാത്ര ചെയ്യുന്നുണ്ട്. പല ആളുകളുടെയും വാഹനത്തിന് ഫാസ്ടാഗ് ഇല്ല. ഈ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ടോൾ പ്ലാസയിൽ UPI സംവിധാനം ഉണ്ട്. എന്നുവെച്ചാൽ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്തുണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചില വലിയ ലോറിക്കാർ വരെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഒളവണ്ണ ടോൾ പ്ലാസയിൽ പൈസ കൊടുക്കാൻ മടിച്ചിട്ട്. അപ്പോൾ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. കാരണം ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല, ഭാഗികമായിട്ട് എത്തിയിട്ടുള്ളൂ. രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ വളരെ പതുക്കെയാണ് പോവുക. പിന്നെ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ട് ഈ വലിയ വാഹനം ഒന്ന് എടുക്കുമ്പോൾ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കുണ്ട്. അതും കോഴിക്കോട് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് കേട്ടോ. കോഴിക്കോട് നിന്ന് നേരെ രാമനാട്ടുകര ഭാഗത്തേക്ക് വലിയ സീനൊന്നുമില്ല, കൂളായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡൊക്കെ ഓക്കെ തന്നെയാണ്. പണികൾ കുറച്ച് ഭാഗത്തും കൂടി സർവീസ് റോഡ് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ തന്നെയാണ് ഫുട്പാത്തും ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്നാണ് നമ്മളെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഇടത് ഭാഗത്തേക്കുള്ള റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫറൂഖ് പാലം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകട്ടോ. അവിടെയുള്ള ഒരു ഗതാഗതക്കുറിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഗാൻട്രി ക്രെയിൻ. പിന്നെ ഈ ഗാൻട്രി ക്രെയിൻ എന്നുള്ള സംവിധാനം ഇവിടെ നമ്മളെ PSC ഗേർഡർ ഇതിന്റെ മുകൾ ഭാഗം പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ഗാൻട്രിക്കിനെ ഇവിടെ നിന്ന് റിമൂവ് ആവും. അപ്പോൾ പിന്നെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും, വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഈ പണികൾ നടക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഞാൻ ഈ ഗാൻട്രി ക്രെയിൻ ആദ്യമായിട്ട് കാണുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലെ വയഡക്റ്റിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗേർഡർ നിർമ്മിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ഗാൻട്രി ക്രെയിൻ ആദ്യമായിട്ട് കണ്ടിട്ടാ. പിന്നെ അതുപോലെ ഇതിനു മുമ്പ് ഗാൻട്രി ക്രെയിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിങ്ങൾ കാണാൻ പറ്റിയ ചുവന്നൊരു ഇത് കണ്ടില്ല, അതാണ് ഗാൻട്രി ക്രെയിൻ കേട്ടോ. പിന്നെ കോഴിക്കോട് ജില്ലയിൽ പിന്നീട് പാലങ്ങളുടെ നിർമ്മാണത്തിന് ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ അഭിമാനമായ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേന്റെ പണി പൂർണ്ണമായിട്ട് ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗാർഡർ ലോഞ്ചിങ് നടത്തിയിരിക്കുന്നത്. അതേമാതിരി തന്നെയാണ് ഇവിടെ ഗാർഡർ ലോഞ്ചിങ് നടക്കുന്നത് കേട്ടോ. ഇത് PSC ഗാർഡർ ആണ്, സ്റ്റീൽ ഗാർഡർ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 800 മീറ്റർ കേട്ടോ. 14 സ്പാനുകളാണ്, 25 മീറ്റർ ഇടവിട്ടിട്ടാണ് ഓരോ സ്പാനുകളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 6 ഗാർഡറുകളാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. 5.5 മീറ്റർ ആണ് സർവീസ് റോഡ് വരുന്നത്. ടോട്ടലായിട്ട് 89 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടക്കുന്നത്. അതിൽ പാലത്തിന് വേണ്ടി മാത്രം 58 കോടിയാണ്. ബാക്കിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചതാണ്. കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി പ്രകാരമാണ് ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം നടക്കുന്നത്. KRFBന്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കലാണ് ഇത് നിർമ്മിക്കുന്നത്. അതുകൂടാതെ 17 മീറ്റർ ആണ് ഈ ഫ്ലൈ ഓവറിന്റെ വീതി വരുന്നത്. അപ്രോച്ച് റോഡ് അടക്കമാണ് 800 മീറ്റർ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ MLA കൂടിയാണ് മുഹമ്മദ് റിയാസ്. ഇപ്പോൾ ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോയാസ് ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വന്നിട്ട് നേരെ നമ്മൾ ഈ ഫ്ലൈ ഓവറിന് അവിടെ കയറുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗാൻട്രി ക്രെയിൻ കണ്ടോ, കുറച്ച് പുറത്താണ് വന്നിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് ഇത്ര ഗതാഗതക്കുരുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഇനി കാര്യമായിട്ട് ഗാർഡർ ലോഞ്ചിങ് നടക്കാനുള്ളത്. ഗാൻഡർ ക്രെയിൻ അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മളെ ഗാർഡറൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗാർഡറിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ജംഗ്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാലാണ് ബേപ്പൂർ റോഡ്. പിന്നെ അതുപോലെ തന്നെ വലത്തോട്ടുള്ളത് കുന്നത്തുപാലം, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന റോഡാട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട കോയാസ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ജംഗ്ഷനിലുമാണ് കാര്യമായിട്ട് ബ്ലോക്ക് ഉള്ളത്. ഇത് ഒറ്റത്തൂണിലെ 4 വരി പാലമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേപ്പൂർ ഹാർബറിലേക്ക് പോകുന്ന കുറേ ലോറികളൊക്കെ ഈ വഴിയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരദേശപാതയുടെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ ബേപ്പൂർ ഹാർബറിലേക്ക് പോകേണ്ട വാഹനങ്ങളൊന്നും പിന്നീട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നേരെ തീരദേശപാത വഴി കടന്നു പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തിരക്ക് കുറവ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ദേശീയപാത 66 നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അത് വേറെ റോഡാണ്. പിന്നെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ റോഡ് ഗതാഗതം വളരെയധികം സുഗമമായിരിക്കും. ഇപ്പോൾ കണ്ട ഈ ലോറി ബേപ്പൂർ ഹാർബറിലേക്ക് പോകുന്ന ലോറി ആട്ടോ. അപ്പോൾ അത് തിരിയുന്നൊരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ലാസ്റ്റ് ഗാർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കരുത്. ഓണക്കാലമാണ്, നല്ല തിരക്കാണ്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള യാത്രയിൽ പല ആളുകളും ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഫറൂഖ്, ചെറുവണ്ണൂർ, മീൻചന്ത വഴി യാത്രയുണ്ട്. അത് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് ലാഭം തന്നെ ഉണ്ടാവുള്ളൂ ടോൾ കൊടുത്തു പോയി കഴിഞ്ഞാലും. കാരണം അത്ര ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ വെറുതെ സമയം നഷ്ടം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഇന്ധനം വെറുതെ കത്തിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ ഈ ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്നത് നമ്മൾ ഈ ബേപ്പൂർക്ക് പോകുന്ന ജംഗ്ഷൻ. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ വന്നിട്ട് അത് അവസാനിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.